പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരേ ജലം തന്നെ മഞ്ഞായി ഉറയുകയും പിന്നീട് ആവിയായി ഉയരുകയും ചെയ്യുന്നത് സാധാരണമാണ്. ജലത്തിൻ്റെ ഈ വിരുദ്ധ സ്വഭാവത്തെ അനുസ്മരിപ്പിക്കുന്ന രണ്ട് ഭാവങ്ങളാണ് വിഷാദവും വിദ്വേഷവും. ഒരാൾ തന്നെ ചില നേരത്ത് വിഷാദചിത്തനായി കാണപ്പെടുന്നു, മറ്റൊരു സമയത്ത് വിദ്വേഷം കൊണ്ട് അന്ധനായും തീരുന്നു. ജീവിതത്തിലെ ചില സന്ദർഭങ്ങൾക്ക് കാരണമായി തീരുന്ന വിഷയബന്ധങ്ങളാണ് ഒരേ വ്യക്തിയിൽ വിഷാദവും വിദ്വേഷവുമൊക്കെ നിറക്കുന്നത്. വിദ്വേഷവും വിഷാദം പോലെ തന്നെ ഒരാളിൻ്റെ ശാന്തിയെ തകർക്കുവാൻ പര്യാപ്തമാണ്. അശ്രദ്ധ, കോപം, സമ്മർദ്ദം, ശാരീരികവും മാനസികവുമായ സമനിലയില്ലായ്മ, പിരിമുറുക്കം, മടുപ്പ്, ബുദ്ധിഭ്രമം തുടങ്ങി ഒട്ടേറെ പാർശ്വഫലങ്ങൾക്കിടയാക്കുന്നതാണ് വിദ്വേഷം. ബോധത്തിൻ്റെ വേണ്ട വിധത്തിലുള്ള ഉണർവില്ലായ്മയിലാണ് വിദ്വേഷത്തിൻ്റെ ജ്വാല കത്തിപ്പടരുന്നത്. അതിൻ്റെ പുകയും ചൂടും നിഴലും വെളിച്ചവുമേറ്റ് അജ്ഞാനത്തിൻ്റെ തീവ്രതയേറുകയും ആ അജ്ഞാനാന്ധതയിൽ അഹന്തയുടെ സ്വരൂപം ശക്തി പ്രാപിക്കുകയും ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ വ്യക്തിയിലെ വ്യക്തിത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഭാവങ്ങൾ താൽക്കാലികമായി മറയപ്പെടുന്നതുമാണ്. ഒരു വിദ്വേഷമുണ്ടായാൽ അതിൻ്റെ അലകൾ ചിലരിൽ വളരെ നേരത്തേക്ക് തങ്ങി നിൽക്കുന്നതാണ്. അത് ചിലപ്പോൾ വിദ്വേഷത്തിനടിമപ്പെടുന്ന വ്യക്തി തത്സമയം അറിയണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ ബുദ്ധിയും ചിന്തയും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തം വേണ്ട വിധത്തിലായിരിക്കുകയില്ല. ഒരു സ്പോഞ്ചിൻ കഷ്ണം വെള്ളത്തിൽ മുക്കിയെടുത്താൽ അതിൻ്റെ ഭാരം യഥാർത്ഥ സ്പോഞ്ചിൻ്റെ ഭാരത്തേക്കാൾ വളരെ കൂടുതലായിരിക്കും. ആ സ്പോഞ്ച് എത്ര തന്നെ അമർത്തിയാലും അതിൻ്റെ യഥാർത്ഥ ഭാരത്തിലേക്കെത്താൻ ആ സ്പോഞ്ചിലെ ജലാംശം പൂർണ്ണമായും നീങ്ങുന്നതുവരെ കാത്തിരിക്കണം. ഈ ദൈർഘ്യം സ്പോഞ്ചിൻ്റെ വലിപ്പത്തെയും അതിൻ്റെ ഉള്ളടക്കമായി തീർന്ന വെള്ളത്തിൻ്റെയും അളവിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. അതുപോലെയാണ് വിദ്വേഷത്തിൻ്റെ അവസ്ഥയും. വിദ്വേഷമുണ്ടായിട്ട് അതിൻ്റെ വിടുതലിനായി കാത്തിരിക്കുന്നത് അസഹ്യമായൊരു അവസ്ഥയാണ്. അതുകൊണ്ട് വിദ്വേഷത്തിന് കീഴ്പ്പെടാതെയിരിക്കാൻ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുകയെന്നതാണ് ഉത്തമം. മഹാമനീഷികളായ ഋഷിമാരും ഗുരുക്കന്മാരും മാ വിദ്വിഷാവഹൈ, പരസ്പരം വിദ്വേഷിക്കാതിരിക്കട്ടെ എന്ന സംസ്കാര മഹിമയിൽ നിന്നുകൊണ്ടാണ് അറിവിൻ്റെ പ്രകാശം പ്രസരിപ്പിച്ചിട്ടുള്ളത്. പരസ്പരം വിദ്വേഷിക്കാതിരിക്കുന്ന ഒരവസ്ഥ എന്നത് ഇക്കാലത്ത് സ്വപ്നസമാനമാണ്. കാരണം സ്നേഹത്തെക്കാളും സൗഹൃദത്തെക്കാളും പെട്ടെന്ന് മുളക്കുകയും വളരുകയും ചെയ്യുന്ന വിധത്തിലാണ് വിഷയങ്ങളുടെ ആധിക്യത്താൽ ഇന്ന് മനസ്സുകളിൽ വിദ്വേഷം വിതയ്ക്കപ്പെടുന്നത്. അതുകൊണ്ട് വിദ്വേഷം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഭദ്രതയെ ഇല്ലാതാക്കുന്നതാണെന്ന വിചാരം ആദ്യമുണ്ടാകണം. അതുണ്ടാകുന്നവന് മാറ്റം വന്നുകൊള്ളും. പക്ഷെ ആ വിചാരമുണ്ടാകുവാൻ എന്താണ് മാർഗം? ഒരു ദിവസത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം ബഹിർമുഖനായിരിക്കുന്നവനാണ് ശരാശരി മനുഷ്യൻ. അവൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം പുറമേയുള്ള വിഷയങ്ങളുമായിട്ടാണ് ഏതുനേരവും സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിലാണ് സുഖവും ശാന്തിയും ഇരിക്കുന്നതെന്ന് ധരിച്ച് അവയെ നിരന്തരം പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന കേവല മനുഷ്യൻ അന്തർമുഖനായിരിക്കുന്നതിൽ വിമുഖനാണ്. ആ ശീലം ഉപേക്ഷിച്ച് ദിവസവും അല്പസമയമെങ്കിലും ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ് അവനവന് അഭിമുഖമായിരിക്കുവാൻ ശീലിക്കണം. അതായത് ഞാൻ തന്നെ എനിക്ക് അഭിമുഖമായിരിക്കുന്ന ശീലം വളർത്തണമെന്നർത്ഥം. അങ്ങനെ സ്വയം ഉള്ളിലേക്കുള്ള ഒരു നോക്കിക്കാണലുണ്ടായാൽ ബാഹ്യ വിഷയങ്ങളുടെ അമിത സ്വാധീനത്തെ കുറച്ചെങ്കിലും അതിജീവിക്കാനാവുന്നതാണ്. വിഷാദ വിദ്വേഷങ്ങളെ മറികടക്കുവാൻ ഇതും സഹായകമാവും. നല്ലതിനേക്കാൾ നല്ലതല്ലാത്തത് കേൾക്കുവാനും കാണുവാനുമൊക്കെ ഇടവരുന്ന ഓരോ സന്ദർഭങ്ങളും നിസ്സാരമായി കടന്നുപോകുന്നതാണെന്ന് വിചാരിക്കരുത്. അവയുടെ ഒരൽപ്പം ശേഷിപ്പെങ്കിലും നമ്മുടെ ഹൃദയങ്ങളിൽ നാം അറിയാതെ തന്നെ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്.
നമ്മുടെ വിചാര വികാര കർമ്മ മണ്ഡലങ്ങളിൽ ഇതിൻ്റെയെല്ലാം പ്രതിഫലനങ്ങളും പ്രതിധ്വനികളും സാന്ദർഭികമായി കടന്നുവരുമെന്ന ഒരു മുന്നറിവ് നമുക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.